ദേ ഈ ഇരിക്കുന്ന എന്റെ മോന് ഞാൻ 5ാം മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് കേട്ടോ പേട്ട ആനേറ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ അങ്ങ് തുടങ്ങി വെക്കും. പറഞ്ഞതുപോലെ ഈ റോഡ് വികസനം തുടങ്ങി വെച്ചിട്ട് അവരവരുടെ പാട്ടിന് പോയി കേട്ടോ. എന്റെ മോനിപ്പോ അടുത്ത മാസം 3 വയസ്സാവാൻ പോകുന്നേ. ഈ 3 വർഷത്തെ കാലയളവില് ഞങ്ങൾ ഈ പ്രദേശവാസികള് പൊടിപടലങ്ങളുടെ ഇടയിൽ ജീവിച്ച് ശ്വാസം മുട്ടില്ലാത്ത എനിക്ക് വരെ ശ്വാസം മുട്ട് വന്നു തുടങ്ങി. പേട്ട മുതൽ വെൺപാലവട്ടം വരെയുള്ള സ്ഥലങ്ങളൊക്കെ ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷമായിരുന്നു കേട്ടോ അവർ ഒരുവാതിൽക്കോട്ട റോഡൊക്കെ ശരിയാക്കാൻ പോയത്. പക്ഷെ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആകാൻ പോവാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ ഒരു മാറ്റമില്ല. ഇപ്പൊ ലാസ്റ്റ് ഇലക്ഷനൊക്കെ അടുത്തത് കൊണ്ടായിരിക്കാം പിണറായി സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് പകുതി റോഡ് അങ്ങോട്ട് അവർ സെറ്റ് ആക്കിയിട്ട് ഇനാഗുറേഷൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പകുതി റോഡ് ശരിയാക്കിയിട്ട് പകുതി റോഡ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പൂർത്തിയാക്കാന്നുള്ള പരിപാടിയാണെങ്കിൽ അത് ഇഴയ്ക്കും എന്നതിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ടല്ലോ. എന്നാലും മഴക്കാലം വരുന്നതിന് മുമ്പ് ഈ റോഡ് പണി ഫുള്ള് തീർന്നില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം കുറച്ചുകൂടെ കഷ്ടത്തിലാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിറ്റിയിലൊക്കെ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ആ ഒരു സവാരി ഇങ്ങോട്ട് വരത്തില്ലേ. കാര്യം ഈ റോഡ് അത്രയ്ക്ക് മോശമായിട്ടാണ് കിടക്കുന്നത്. യൂഷ്വലി എല്ലാവരും ഹൈവേ കയറാനായിരുന്നാലും ലുലു മോളോ കഴക്കൂട്ടൊക്കെ പോവുകയാണെങ്കിൽ പേട്ട ചാക്ക വഴി പോകും കേട്ടോ. അപ്പോൾ അവിടെ നല്ല ബ്ലോക്കാണ്. കാര്യം എയർപോർട്ടിൻ്റെയൊക്കെ ഇതായതുകൊണ്ട്. പിന്നെ ഈ റോഡ് ശരിയാവുകയാണെങ്കിൽ നമ്മുടെ പേട്ട ആനേറ വെൺപാലവട്ടം നല്ലൊരു അടിപൊളി ഷോർട്ട് കട്ടാണ് കേട്ടോ. നമുക്ക് കഴക്കൂട്ടത്ത് പോകാനാണെങ്കിലും ലുലു മോളിൽ കയറാനാണെങ്കിലും പെട്ടെന്ന് സംഭവം നമുക്ക് എത്തിച്ചേരാം. ഇപ്പോൾ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് പകുതി റോഡ് ശരിയാക്കി ഇനാഗുറേഷൻ ചെയ്തിട്ട് അങ്ങ് പോവാന്നാണെങ്കിൽ ഞങ്ങളൊന്നും ഇലക്ഷൻ ഔട്ടിടാൻ പോകത്തില്ല എന്നാണ് കേട്ടോ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റോഡൊക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.